ഹലോ, ഈ വീഡിയോയിൽ ക്ലൗഡ് കോഡ് യൂസ് ചെയ്ത് എങ്ങനെ ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലൗഡ് കോഡും ഗൂഗിൾ ഷീറ്റ്സും യൂസ് ചെയ്ത് ഒരു സിമ്പിൾ ഹാബിറ്റ് ട്രാക്കർ ആപ്ലിക്കേഷനാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആൻഡ്രോയിഡിലും ഐഫോണിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ലൈറ്റ് വെയ്റ്റ് ആപ്ലിക്കേഷനാണിത്. നേറ്റീവ് ആപ്പല്ല, പകരം ഒരു പ്രോഗ്രസീവ് വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ PW എന്ന് പറയുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് ആപ്പാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ക്ലൗഡ് കോഡ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ആന്ത്രോപ്പിക്കിൻ്റെ ഒരു കോഡിംഗ് ടൂളാണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് കോഡ് എഴുതാതെ തന്നെ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ സ്ക്രാച്ച് തൊട്ട് ക്ലൗഡ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് മുതൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് ആ ആപ്പ് ഡിപ്ലോയ് ചെയ്ത് നമ്മുടെ ഫോണിൽ അവൈലബിൾ ആക്കുന്നത് വരെയുള്ള സ്റ്റെപ്പുകൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് കാണാം. നമ്മളിവിടെ ഡാറ്റാബേസ് ആയിട്ട് ഗൂഗിൾ ഷീറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ ഗൂഗിൾ അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്യാമെന്നല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വേറെ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതേ അപ്രോച്ച് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഹാബിറ്റ് ട്രാക്കർ 2 എന്ന് പറഞ്ഞ ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്തത്. ഇത് നമുക്ക് ആദ്യം VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. VS കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു IDE ആണ്, അതായത് കോഡ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു IDE ആണ്. അപ്പം VS കോഡ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് VS കോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് URL വരുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ VS കോഡിൽ ഡൗൺലോഡ് ഫോർ macOS അല്ലെങ്കിൽ VS കോഡ് ഡൗൺലോഡ്സിലേക്ക് ഡയറക്റ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് സിസ്റ്റമാണോ ആ സിസ്റ്റത്തിന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ അവൈലബിൾ ആയിരിക്കും. അതിൽ നമ്മൾ ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്ത ശേഷം VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിപ്പോൾ VS കോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു empty ഫോൾഡറിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ക്ലൗഡ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ VS കോഡിൽ ഈ താഴെ കാണുന്ന ടെർമിനലിലാണ് ക്ലൗഡ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടെർമിനൽ കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ടോപ്പിൽ ഈ ടെർമിനലിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന് അടിച്ച് കഴിഞ്ഞാൽ പുതിയ ടെർമിനൽ വരുന്നതായിരിക്കും. അപ്പം ഈ ടെർമിനലിലാണ് നമ്മൾ ക്ലൗഡ് കോഡിൻ്റെ CLI ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മുടെ അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യ സ്റ്റെപ്പായിട്ട് നമുക്ക് ക്ലൗഡ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യാം. ക്ലൗഡ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാൾ ക്ലൗഡ് കോഡ് എന്ന് ടൈപ്പ് ചെയ്യാം. ഫസ്റ്റ് വരുന്ന ലിങ്ക് അല്ലെങ്കിൽ ക്വിക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റം അനുസരിച്ചിട്ടുള്ള കമാൻഡാണ് കോപ്പി ചെയ്യേണ്ടത്. ഞാൻ മാക്കാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ മാക്കിലുള്ള ഈ കമാൻഡ് കോപ്പി ചെയ്യാണ്. നിങ്ങൾ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ PowerShellൻ്റെ ഈ കമാൻഡ് കോപ്പി ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം ഞാൻ ഈ കമാൻഡ് കോപ്പി ചെയ്തു. ഞാനിവിടെ വന്ന് ഇത് പേസ്റ്റ് ചെയ്യണം, ടെർമിനലിൽ പേസ്റ്റ് ചെയ്യാം. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നതായിരിക്കും. ഇൻസ്റ്റാളിങ് ക്ലൗഡ് കോഡ് നേറ്റീവ് ബിൽഡ് എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് ക്ലൗഡ് കോഡ് ലോഞ്ച് ചെയ്യാം. ക്ലൗഡ് കോഡ് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാനുള്ള പ്രോംപ്റ്റ് വരും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം ഇതൊന്ന് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ക്ലൗഡ് കോഡ് ലോഞ്ച് ചെയ്യാൻ പോകണം. ക്ലൗഡ് കോഡ് ലോഞ്ച് ചെയ്യാനുള്ള കമാൻഡ് എന്ന് പറയുന്നത് ക്ലൗഡ് എന്നാണ്. അപ്പം ക്ലൗഡ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലൗഡ് ലോഞ്ച് ആകും. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ലോഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. കുറച്ച് കോൺഫിഗറേഷൻസ് സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ക്ലൗഡ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കാം. അപ്പം കുറച്ച് കോൺഫിഗറേഷൻ മോഡ്സ് വന്നിട്ടുണ്ട്. അതിൽ ഞാനിവിടെ ഡാർക്ക് മോഡ് സെലക്ട് ചെയ്യണം ഫസ്റ്റ്. രണ്ടാമത്തത് ചോദിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് നമുക്കുള്ളതെന്നാണ്. ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്ത്രോപ്പിക്കിൻ്റെ ഏതെങ്കിലും ഒരു അക്കൗണ്ട്, ഒരു പെയ്ഡ് അക്കൗണ്ട് നമുക്ക് ആവശ്യമാണ്. അതായത് ഒന്നെങ്കിൽ നമ്മൾ എൻ്റർപ്രൈസ് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രോ അക്കൗണ്ട്, ഇതിലേതെങ്കിലും ഒന്ന് ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ പ്രോ അക്കൗണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ക്ലൗഡ് അക്കൗണ്ട് വിത്ത് സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു വിൻഡോ ഓപ്പൺ ആയി. ഇനി ഇവിടെ ഓത്തറൈസ് എന്ന് കൊടുക്കാം. നമ്മുടെ ആന്ത്രോപ്പിക്കിൻ്റെ അക്കൗണ്ടായിട്ട് ഓത്തറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗസർ വിൻഡോ ഓപ്പൺ ആവും. അവിടെ നമ്മൾ ഓത്തറൈസിനെ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ക്ലൗഡിലേക്ക് പോയി കഴിഞ്ഞാൽ ലോഗിൻ സക്സസ്ഫുൾ, പ്രസ് എൻ്റർ ടു കണ്ടിന്യൂ എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ക്ലൗഡ് കോഡ് നമ്മുടെ സബ്സ്ക്രിപ്ഷനുള്ള നമ്മുടെ അക്കൗണ്ടായിട്ട് കണക്റ്റഡ് ആയി. ഇനി നമുക്ക് ബാക്കി കോൺഫിഗറേഷൻസ് കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് ആപ്പ് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിൽ എൻ്റർ കൊടുക്കാം. ഇനി മോസ്റ്റ് റെക്കമെൻഡഡ് സെറ്റിങ്സ് ചൂസ് ചെയ്യാം. അപ്പം നമ്മുടെ കോൺഫിഗറേഷൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മുടെ അക്കൗണ്ടായിട്ട് കണക്റ്റ് ആയി. ഇനി നമുക്ക് ആപ്പ് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ക്ലൗഡ് കോഡിൻ്റെ കുറച്ച് ബേസിക് കമാൻഡ്സ് കാര്യങ്ങൾ പറയാം. അപ്പം ആദ്യം എന്ന് പറയുന്നത് നമ്മൾ മോഡൽ ചൂസ് ചെയ്യാൻ നമുക്ക് /model എന്ന് ടൈപ്പ് ചെയ്യാം. / അടിച്ച ശേഷം നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള കമാൻഡ്സ് ഡ്രോപ്പ് ഡൗൺ പോലെ വരുന്നതായിരിക്കും. ഞങ്ങളുടെ /model എന്ന് ടൈപ്പ് ചെയ്തു. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡൽ ചൂസ് ചെയ്യാം. ഇവിടെ റെക്കമെൻഡഡ് മോഡൽ അല്ലെങ്കിൽ ഡിഫോൾട്ട് മോഡൽ സോണറ്റ് 4.6 ആണ്. നമുക്ക് മോഡൽ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഞാൻ റെക്കമെൻഡഡ് മോഡൽ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഷിഫ്റ്റ് ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ മോഡും അതുപോലെ ഓട്ടോ എഡിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന മോഡും തമ്മിൽ നമുക്കിങ്ങനെ ടോഗിൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പ്ലാൻ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓട്ടോ എഡിറ്റ് അക്സെപ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇത് വളരെ ഉപകാരമുള്ളൊരു ഫീച്ചറാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആപ്പ് ബിൽഡ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ പ്രോംപ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം
ഇതൊരു PW ആപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രോഗ്രസീവ് വെബ് ആപ്ലിക്കേഷൻ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആപ്പ്, ആൻഡ്രോയിഡിലും ഐഫോണിലും വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കണം ഇത്. അതുപോലെ തന്നെ ഗൂഗിൾ ഒതൻറ്റിക്കേഷൻ വേണം, ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ ഗൂഗിൾ ഷീറ്റ്സ് ആയിരിക്കണം ബാക്ക് എൻഡ്. നമ്മളൊരു ഡാറ്റാബേസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ഡയറക്റ്റ് ഗൂഗിൾ ഷീറ്റ്സിലേക്കാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, അവിടുന്ന് റിട്രീവ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അതുപോലെ തന്നെ ഒരു കാലണ്ടർ വ്യൂ വേണം. അതുപോലെ ഒരു ഗിറ്റ് ഹബ് കമ്മിറ്റ് സ്റ്റൈൽ ഗ്രാഫ് വേണം. അതായത് നമ്മൾ കൂടുതൽ ഹാബിറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രീൻ കാണിക്കണം. കൂടുതൽ ഹാബിറ്റ്സ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഗ്രീനർ ആയിരിക്കണം. ജസ്റ്റ് ഒരു പ്രോഗ്രസ് ട്രാക്കിങ്ങിന് വേണ്ടി ഒരു ഗ്രാഫ് പോലത്തെ സംഭവമാണെന്നുള്ളതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫീച്ചേഴ്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എൻ്റർ അടിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാൻ മോഡിലല്ല ചെയ്യുന്നത്, നമ്മൾ ഡയറക്റ്റ്ലി ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പ്ലാൻ മോഡിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ ഷിഫ്റ്റ് ടാബ് ക്ലിക്ക് ചെയ്ത് പ്ലാൻ മോഡിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടെ തിങ്ക് ചെയ്ത് നമുക്കൊരു റെഡി പ്ലാൻ തരും. ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് കൊണ്ടൊരു പ്ലാൻ തരും. ആ പ്ലാൻ നമുക്ക് രണ്ടാമത് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ്സ് കൊടുത്ത ശേഷം ഒന്നുകൂടെ റിഫൈൻ ചെയ്ത് നമുക്ക് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി പ്രൊസീഡ് ചെയ്യാം. അതൊന്നും കൂടിയും ടോക്കൺസ് ഒന്നും കൂടിയും കൺസ്യൂം ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി ഇതിലേക്ക് കൊടുക്കുകയാണ്. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനം, എറർ വരാൻ സാധ്യതയുള്ള സാധനങ്ങളാണെങ്കിൽ പ്ലാൻ മോഡിലിട്ട് കൊടുത്ത ശേഷം നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഫയൽ പോലും ക്രിയേറ്റഡ് ആയിട്ടില്ല. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ എക്സ്പ്ലോറർ ടാബിലാണ് ഫയൽസ്, ക്രിയേറ്റ് ആയ ഫയൽസ് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പം ക്ലൗഡ് കോഡ് ഏതെങ്കിലും ഫയൽസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിവിടെ അപ്പിയർ ആവും. അതുപോലെ തന്നെ ചേഞ്ചസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് അത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് റെസ്പോൺസ് വരുന്നതായിരിക്കും. അതിന് ശേഷം അത് ക്രിയേറ്റ് ചെയ്ത് നമുക്കിവിടെ ലൈവായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രോസസ്സിങ് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് പാർട്ട് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോംപ്റ്റ് അത് റൺ ചെയ്ത ശേഷം ഒരു പ്ലാന് പോലെ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് എൻഡ് ഈ ടെക്നോളജിയാണ് യൂസ് ചെയ്യാം. അതുപോലെ ഒതൻറ്റിക്കേഷൻ ഗൂഗിൾ അങ്ങനെ പറഞ്ഞ് കുറച്ച് റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കമാൻഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ഓട്ടോ എഡിറ്റ്സ് നമ്മൾ ഓണാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എഡിറ്റ്സും കാര്യങ്ങളും ഫയൽ ക്രിയേഷനും കാര്യങ്ങളൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും. അതുപോലെ തന്നെ ക്രിട്ടിക്കലായിട്ടുള്ള കമാൻഡ്സ് റൺ ചെയ്യാൻ പോലുള്ള കാര്യങ്ങൾക്ക് പെർമിഷൻ ചോദിക്കും. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ സൈറ്റിലൂടെ കുറച്ച് ഫയൽസ് ക്രിയേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. 3 ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജാവാസ്ക്രിപ്റ്റ്, ഐക്കോൺസ്, CSS എന്ന് പറഞ്ഞിട്ട് ജാവാസ്ക്രിപ്റ്റിൽ കുറച്ച് ഫയൽസ് ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ക്ലൗഡ് കോഡ് സ്റ്റിൽ ഈ ഒരു പ്രോസസ്സിങ്ങിലാണ്. അപ്പം അത് കംപ്ലീറ്റ്ലി ആ ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്കൊരു റെസ്പോൺസ് വരുന്നതായിരിക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ക്ലൗഡ് കോഡ് നമുക്കൊരു ഫൈനൽ റെസ്പോൺസ് എന്നിരിക്കുകയാണ്. നമ്മുടെ മൊത്തത്തിലുള്ള ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് അതെങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നുള്ളതും ഇതിൽ തന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് 1-2 കമാൻഡ്സ്, ബാഷ് കമാൻഡ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിച്ചു. ഞാനപ്പോൾ അത് അക്സെപ്റ്റ് കൊടുത്തു. അപ്പോൾ അങ്ങനത്തെ കമാൻഡ്സ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ മൊത്തം നമ്മുടെ ഫയലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും ഓരോ ഫയൽസ് ഏതാണെന്നും ആ ഫയൽസ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് താഴെ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്നും കൂടെ കാണിക്കുന്നുണ്ട്. ടു ഗെറ്റ് സ്റ്റാർട്ടഡ് ഈ setup.md എന്ന് പറഞ്ഞ ഫയൽ എങ്ങനെയാണ് നമ്മുടെ ഗൂഗിൾ ക്ലൗഡ് പ്രോജക്റ്റ് കോൺഫിഗർ ചെയ്യുക, അതിലേക്ക് എങ്ങനെയാണ് ക്ലയൻറ്റ് ID കോപ്പി ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഫയലിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓൾറെഡി ഇപ്പോൾ ക്ലൗഡ് കോഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഫയൽസ് ഓൾറെഡി ക്ലൗഡ് കോഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് റണ്ണ് ചെയ്യണം. എങ്ങനെയാണ് റണ്ണ് ചെയ്യേണ്ടത്, അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഈ setup.md എന്ന ഫയലിൽ ക്ലൗഡ് കോഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻസിലൂടെ പോയി ഇത് നമുക്ക് സെറ്റപ്പ് ചെയ്ത് നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിലാദ്യം പറയുന്നത് ഈ ഗൂഗിൾ കൺസോൾ അല്ലെങ്കിൽ ഗൂഗിൾ ക്ലൗഡിൻ്റെ കൺസോളിലേക്ക് പോയിട്ട് ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്ലൗഡിൻ്റെ കൺസോളിലേക്ക് പോകാം. console.cloud.google.com എന്നുള്ള വെബ്സൈറ്റിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാം. ഇതിൽ ഞാനിവിടെ ഹാബിറ്റ് ട്രാക്കർ 2 എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രൊജക്റ്റിൻ്റെ പേര് കൊടുത്ത ശേഷം ക്രിയേറ്റ് അടിക്കാം. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഡ്രോപ്പ് ഡൗണിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ് കാണാൻ സാധിക്കും. ഈ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാം. ഇനി രണ്ടാമതായി പറഞ്ഞ കാര്യം ഗൂഗിൾ ഷീറ്റ്സ് API ഇനേബിൾ ചെയ്യാനാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഗൂഗിൾ ഷീറ്റ്സിന് ടൈപ്പ് ചെയ്യാം. നമ്മുടെ ബാക്ക് എൻഡായിട്ട് സെർവ് ചെയ്യുന്നത് ഗൂഗിൾ ഷീറ്റ്സ് ആണ്. അപ്പോൾ ഗൂഗിൾ ഷീറ്റ്സ് ഈ ഒരു നമ്മുടെ അക്കൗണ്ടിലുള്ള ഈ ഒരു പ്രൊജക്റ്റിൽ ഇനേബിൾ ചെയ്താൽ മാത്രമേ നമുക്കത് ബാക്ക് എൻഡ് സർവീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഗൂഗിൾ ഷീറ്റ്സ് സെർച്ച് ചെയ്ത ശേഷം അത് ഇനേബിൾ ചെയ്യാം. അപ്പോൾ അത് ഇനേബിൾഡ് ആയി. ഇനി മൂന്നാമതായിട്ട് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. നമുക്കതുപോലെ പീപ്പിൾ API ഇനേബിൾ ചെയ്യാം. അതിനുവേണ്ടി പീപ്പിൾ എന്ന് സെർച്ച് ചെയ്താൽ ഗൂഗിൾ പീപ്പിൾ API എന്ന് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ കോൺടാക്ട്സ് അതുപോലെ പ്രൊഫൈൽ അതൊക്കെ നമുക്ക് ആക്സസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു API ഇനേബിൾ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഇനേബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് OAuth കൺസെൻറ്റ് സ്ക്രീനിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് OAuth കൺസെൻറ്റ് സ്ക്രീൻ എന്ന് സെർച്ച് ചെയ്യാം. OAuth കൺസെൻറ്റ് എന്ന് സെർച്ച് ചെയ്യാം. OAuth കൺസെൻറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് ക്ലയൻസിലേക്ക് വന്ന ശേഷം നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് അടിക്കാം.
നമ്മളൊരു പുതിയ ആപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. ഞാനിവിടെ ഹാബിറ്റ് ട്രാക്കർ 2 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ഗൂഗിൾ ക്ലൗഡിൽ ഈ പ്രോജക്റ്റുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യണം. അങ്ങനെ ലിങ്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്ലയൻറ്റ് ID ഒബ്റ്റെയിൻ ചെയ്യണം. ആ ക്ലയൻറ്റ് ID കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടായിട്ടുള്ള ഒത്തൻറ്റിക്കേഷനും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലുള്ള ഗൂഗിൾ ഷീറ്റ്സ് ആക്സസ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും അതിൽ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു ക്ലയൻറ്റ് ID ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഞാൻ എൻ്റെ ഇമെയിൽ ID കൊടുക്കുകയാണ്. നെക്സ്റ്റ് അടിക്കാം. ഇതിൽ എക്സ്റ്റേണൽ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ സെയിം എൻ്റെ ഇമെയിൽ അഡ്രസ്സ് തന്നെ കൊടുക്കുകയാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ അടിക്കുക. ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ഓത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടിയിൽ ഇവിടെ ക്രിയേറ്റ് ഓത്ത് ക്ലയൻറ്റ് എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. ഈ ഓത്ത് ക്ലയൻറ്റിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ പേര് കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് ആപ്ലിക്കേഷൻ പേര് കൊടുത്താൽ മതി. നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ വെബ് ആപ്ലിക്കേഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് ശേഷം ഒരു പേര് വെബ് ക്ലയൻറ്റ് 1 ഡിഫോൾട്ട് പേര് തന്നെ കൊടുക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് ഒറിജിൻ URI എന്നുള്ളിടത്ത് നമുക്കൊരു URI കൊടുക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഇവിടെ എന്താ കൊടുത്തതെന്ന് നോക്കാം. ഇപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റ് ഒറിജിൻ എന്നുള്ളിടത്ത് നമുക്ക് ഈ ഒരു ലോക്കൽ ഹോസ്റ്റ് 3000 എന്നുള്ള URI കൊടുക്കാം. നമുക്ക് ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പോപ്പപ്പ് കാണാൻ സാധിക്കും. ഈ ഒരു ഓത്ത് ക്ലയൻറ്റ് പോപ്പപ്പ് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ക്ലയൻറ്റ് IDയും ക്ലയൻറ്റ് സീക്രറ്റും ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് ഈ ക്ലയൻറ്റ് ID കോപ്പി ചെയ്ത് വെക്കാം. എന്നിട്ട് ഓക്കെ അടിക്കാം. ഇനി നമുക്ക് ഈ സ്റ്റെപ്സിൽ പറയുന്ന പോലെ നമ്മുടെ JS ഫോൾഡറിലെ config.js ആ ക്ലയൻറ്റ് ID പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫയലിലേക്ക് വന്നു കഴിഞ്ഞാൽ JS എന്നുള്ള ഫോൾഡറിൽ config.jsലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലയൻറ്റ് ID പേസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം കാണാം. ഇവിടെ നമുക്ക് ഒരു ഡിഫോൾട്ട് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്ലയൻറ്റ് ID ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സേവ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് ഇവിടെ കൊടുക്കുന്നത് ഇതാണ്, python 3m server. ഈ ഒരു കമാൻഡാണ്. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കോൺഫിഗറേഷൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ലോക്കലിൽ റൺ ചെയ്ത് നോക്കാം. നമ്മൾ സോഫാർ ചെയ്ത കാര്യങ്ങൾ നമ്മളിവിടെ ഗൂഗിൾ ക്ലൗഡിലൊരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ പ്രോജക്റ്റിൽ നമ്മളൊരു ക്ലയൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ക്ലയൻറ്റ് ID കോപ്പി ചെയ്ത ശേഷം നമ്മുടെ ആപ്ലിക്കേഷനിൽ അത് പേസ്റ്റ് ചെയ്തു. ഇനി നമുക്കിത് നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൽ നമുക്ക് റൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ക്ലോഡിനോട് തന്നെ പറയുകയാണ്, ക്യാൻ യു റൺ ദിസ് ഇൻ മൈ ലോക്കൽ എന്ന് പറയുകയാണ്. ക്യാൻ യു റൺ ദിസ് ഇൻ മൈ ലോക്കൽ. ആ കമാൻഡ് റൺ ചെയ്യാനുള്ള ഒരു പെർമിഷൻ ചോദിച്ചപ്പോൾ അതിന് ആക്സെപ്റ്റ് കൊടുക്കുകയാണ്. വീണ്ടും ആക്സെപ്റ്റ് കൊടുക്കാം. അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന പോലെ ലോക്കൽ ഹോസ്റ്റ് 3000 ഒരു ആപ്ലിക്കേഷൻ റൺ ആയത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് നമുക്ക് സൈൻ ഇൻ വിത്ത് ക്രോം എന്നാണ് സൈൻ ഇൻ വിത്ത് ഗൂഗിളാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ഇത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. നമ്മൾ ഇത് പ്രൊഡക്ഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ, വെരിഫൈഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഏത് അക്കൗണ്ടാണ് ഇതിലേക്ക് സൈൻ ഇൻ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രൊജക്റ്റിൽ കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി തിരിച്ച് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വന്ന ശേഷം നമുക്കിവിടെ ഓഡിയൻസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിൽ നമുക്കൊരു ടെസ്റ്റ് യൂസർ ആഡ് ചെയ്യാം. ഓക്കെ, ഈ ടെസ്റ്റ് യൂസേഴ്സിൽ ഞാൻ എൻ്റെ ഇമെയിൽ ID തന്നെയാണ് കൊടുക്കുന്നത്. എൻ്റെ ഇമെയിൽ ID വെച്ചിട്ട് സേവ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ടെസ്റ്റ് യൂസറെ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുത്തു. എൻ്റെ അക്കൗണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പം സൈൻ ഇൻ ആയി. കണ്ടിന്യൂ കൊടുത്തു. വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. പെർമിഷൻസ്, ആവശ്യമുള്ള പെർമിഷൻസ് ചോദിക്കുക, ഒന്ന് സെലക്ട് ചെയ്യുക, പെർമിഷൻസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. ഇപ്പം നമ്മുടെ ലോക്കലാണ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു മൊബൈലിന് സ്യൂട്ടായിട്ടുള്ളൊരു PW ആയിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെ UI നമ്മുടെ വെബിൽ നോക്കുമ്പം ഇങ്ങനെ കാണുന്നത്. ശരിക്കും നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് മൊബൈലിൻ്റെ വ്യൂവിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമ്മൾ ഫോണിലത് കാണുന്നുണ്ടാവുക. ഇപ്പോൾ നമ്മളൊരു സിമ്പിൾ ഒരു ഹാബിറ്റ് ട്രാക്കർ ആപ്ലിക്കേഷൻ നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൽ റൺ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിതിനെ ഡിപ്ലോയ് ചെയ്യണം ആദ്യം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ ആ ചേഞ്ചസ് വരുത്തണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ ആപ്പ് ഒന്ന് ജസ്റ്റ് നോക്കാം.
വർക്കിംഗ് ആണോ ഫങ്ഷനാലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം സ്ക്രീന്. ഈ ഹോം സ്ക്രീനിൽ നമുക്ക് പുതിയ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ കാലണ്ടർ കാണാൻ സാധിക്കും. കാലണ്ടറിൽ ഓരോ ഡേയ്സ് കാണിക്കുന്നുണ്ട്, അതിൽ ഹാബിറ്റ്സ് കാണിക്കുന്നുണ്ട്. ഇന്ന് 12th ഏപ്രിലാണ്. നമുക്കൊരു സിമ്പിൾ ഹാബിറ്റ് ആഡ് ചെയ്ത് നോക്കാം. ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വേക്കപ്പ് ഏർലി ഒരു ഹാബിറ്റ് കൊടുക്കുകയാണ്. ആഡ് ഹാബിറ്റ് കൊടുത്തു. ഓക്കെ, ഒരു 1-2 ഹാബിറ്റ്സ് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, വർക്കൗട്ട്. കളേഴ്സ് മാറ്റി കൊടുത്ത് നോക്കാം. ഓക്കെ, ഹാബിറ്റ്സ് ക്രിയേറ്റഡ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് അസോസിയേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഗൂഗിൾ ഷീറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നതെന്ന് നമുക്ക് നോക്കണം. അതിന് മുമ്പ് നമ്മുടെ കലണ്ടറിൽ എങ്ങനെയാണ്, അതുപോലെ പാസ്റ്റ് ഡേയ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അതേ ഹാബിറ്റ്സ് അവിടെ കാണുന്നുണ്ട്. ഇനി നമുക്കൊരു ഹാബിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. പിന്നെ ഞാനിത് ഡൺ അടിച്ച് കഴിഞ്ഞാൽ ഓക്കെ, എൻ്റെ പ്രോഗ്രസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് എനിക്ക് കാണാൻ സാധിക്കും. എൻ്റെ പാസ്റ്റ് ഡേറ്റിലേക്ക് പോയിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുമെന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ കഴിഞ്ഞ ഡേയ്സിലേക്ക് പോയിട്ട് ഇതിൻ്റെ കുറച്ച് ഹാബിറ്റ്സ് ഞാൻ കംപ്ലീറ്റഡ് ആക്കുകയാണ്. അപ്പോൾ എങ്ങനെ നമ്മുടെ പ്രോഗ്രസ് ട്രാക്കറിൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോഗ്രസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രസ് ട്രാക്കറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഡേയ്സിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ അതനുസരിച്ച് ഗ്രീനായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രസ് ട്രാക്കർ എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മുടെ ഈ ഗിറ്റ്ഹബ് കമ്മിറ്റ് ഗ്രാഫ് പോലെ നമ്മൾ എത്രത്തോളം ഹാബിറ്റ്സ് ചെയ്യുന്നോ അതിനനുസരിച്ച് ഈ ഗ്രീൻ കൂടിക്കൂടി വരും. ഈ ഓരോ കോളം ചെറിയ സ്മോൾ ബോക്സസ് എന്ന് പറയുന്നത് ഓരോ ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പം April 12th ആ ഒരു ഡേയിലാണുള്ളത്. അപ്പോൾ നമ്മൾ മുന്നേ ഉള്ളത് ചെയ്തതനുസരിച്ച് ഇങ്ങനെ കളേർഡായിട്ട് വരും നമ്മളിവിടെ കൊടുക്കുന്നതനുസരിച്ച്. അപ്പോൾ നമ്മൾ വിചാരിച്ച എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ്. സോഫാർ നമ്മളിപ്പം പ്രോംപ്റ്റിൽ കൊടുത്ത എല്ലാ ഫീച്ചേഴ്സും കുഴപ്പമില്ലാത്ത UI ആയിട്ട് വർക്കിംഗ് ആണ്. ഇത് നമുക്ക് ചെയ്യേണ്ട കാര്യം, ഒന്ന് ഈ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ അവൈലബിൾ ആക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്യുന്ന ഗൂഗിൾ ഷീറ്റ്സ് നോക്കിയിട്ട് അതിലെങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്, എന്തൊക്കെയാണ് ഡാറ്റ എന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഡിപ്ലോയ് ചെയ്യാൻ പോകണം. അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ ക്ലൗഡ് കോഡിലേക്ക് തന്നെ തിരിച്ചു പോകാം. അപ്പോൾ നമ്മൾ ഇത് നെറ്റ്ലിഫൈ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലാണ്, ഫ്രീ ആയിട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് നെറ്റ്ലിഫൈ. അപ്പോൾ നെറ്റ്ലിഫൈയിലാണ് ഞാനത് ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെറ്റ്ലിഫൈയിലേക്ക് പോവുകയാണ്. ഇതാണ് നെറ്റ്ലിഫൈൻ്റെ ഹോം പേജ്. ഞാനിവിടെ ലോഗിൻ ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ നെറ്റ്ലിഫൈയിൽ ലോഗിൻ ചെയ്തു. കുറച്ച് ബാഷ് കമാൻഡ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലാ പെർമിഷൻസും അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് പറയുന്നത്, ഇനി ആദ്യം നമുക്ക് ഇതിന് നെറ്റ്ലിഫൈയിലേക്ക് ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ നെറ്റ്ലിഫൈ അക്കൗണ്ടായിട്ട് ലോഗിൻ ചെയ്യണം. അപ്പം ഈ ഒരു കമാൻഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അപ്പം ഞാൻ അതിനോട് തന്നെ റൺ ചെയ്യാൻ വേണ്ടി പറയാണ്. ക്യാൻ യു റൺ ദിസ് കമാൻഡ് ആൻഡ് ലോഗിൻ ടു ലോഗിൻ. ക്യാൻ യു റൺ ദിസ് കമാൻഡ് ടു ലോഗിൻ എന്ന് ഞാൻ കൊടുക്കണം. അപ്പോൾ അത് കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്യാൻ നോക്കാം. അപ്പം അത് നെറ്റ്ലിഫൈ ആയിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് അത് റൺ ചെയ്തു. അപ്പോൾ ഇനി ഒരു ബ്രൗസർ വിൻഡോ ഓപ്പൺ ആയിട്ട് അതിലേക്ക് ലോഗിൻ്റെ ഓപ്ഷൻസ് വരും. അപ്പോൾ നമുക്കത് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു URL നമുക്ക് ക്ലിക്ക് ചെയ്യാം. URL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒതൻറ്റിക്കേഷൻ വർക്ക് ആവേണ്ടതാണ്. ഇതിൽ ഓത്തറൈസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെറ്റ്ലിഫൈയിൽ നമ്മുടെ CLI വഴി നമ്മുടെ നെറ്റ്ലിഫൈയിലേക്ക് നമ്മൾ ലോഗിൻ ആയി. അതായത് നമ്മുടെ ഈ ക്ലൗഡ് കോഡിന് ഇപ്പം നമുക്ക് ഈ CLIയിൽ നെറ്റ്ലിഫൈയിലേക്ക് ആക്സസ് ഉണ്ട്, നമുക്ക് ഡിപ്ലോയ് ചെയ്യാം. അപ്പം ക്ലൗഡ് കോഡ് നമുക്ക് നമ്മുടെ ഈ കോഡ് നെറ്റ്ലിഫൈ അക്കൗണ്ടിലേക്ക് ഡിപ്ലോയ് ചെയ്യാനുള്ള പെർമിഷൻ ഇപ്പോൾ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി പറയാം. ഇനി ഞാൻ I have logged in, you can deploy എന്ന് പറയട്ടെ. സോ നമ്മൾ ലോഗിൻ ചെയ്തു, നമുക്ക് ഡിപ്ലോയ് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ കമാൻഡ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഡിപ്ലോയ് ചെയ്യാനുള്ള കമാൻഡ്സ് ഒന്നും നമ്മൾ പെർമിഷൻ കൊടുത്തു. ഇനി എന്താണ് സംഭവിക്കുക നോക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും ഡിപ്ലോയ്ഡ് യുവർ ആപ്പ് ഇസ് ലൈവ് അറ്റ് ഈ URL. അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ ഈ ഒരു URL ഇപ്പോൾ ലൈവാണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നെറ്റ്ലിഫൈയിൽ ഡിപ്ലോയ് ആയി. നെറ്റ്ലിഫൈ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നമ്മുടെ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ആയി. അപ്പോൾ ഈ URL കയറി കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ വർക്കാവും. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു URL കോപ്പി ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. യെസ്, അപ്പം നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കൊടുത്ത ലോക്കൽ ഹോസ്റ്റിൻ്റെ സെറ്റിങ്സിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. നമുക്കിവിടെ ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ
നമ്മളിപ്പം ഡിപ്ലോയ് ചെയ്ത ഈ ഒരു URL ആണ് നമ്മുടെ ഗൂഗിൾ ഒതൻറ്റിക്കേഷൻ ജാവാസ്ക്രിപ്റ്റ് റീഡയറക്റ്റ് URL കൊടുക്കേണ്ടത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഗൂഗിൾ ഓത്ത് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു URI ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള URI ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒതൻറ്റിക്കേഷൻ വർക്കാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ഒരു URI ഇതിൽ കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ക്ലയൻറ്റ്സിലേക്ക് വന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ വെബ് ക്ലയൻറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഈ ലോക്കൽ ഹോസ്റ്റ് എന്നുള്ളതിന് പകരം നമ്മളിപ്പോൾ ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള ആ ഒരു URI കൊടുക്കാം. ഓക്കെ, ലോക്കൽ ഹോസ്റ്റ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള നമ്മുടെ URL ആണ്. ആ URL ഞാൻ കൊടുത്തു. ഇനി ഞാൻ ഇത് സേവ് ചെയ്യാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഗൂഗിൾ ഒതൻറ്റിക്കേഷൻ അല്ലെങ്കിൽ ലോഗിൻ അവിടെ വർക്കാവുള്ളൂ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഡിപ്ലോയ് ചെയ്ത ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോവാം. നമുക്ക് സൈൻ വിത്ത് ഗൂഗിൾ എന്ന് കൊടുക്കാം. അപ്പം സൈൻ ഇൻ പോപ്പപ്പ് വന്നു. എൻ്റെ അക്കൗണ്ട് ഞാൻ സെലക്ട് ചെയ്തു. നേരത്തെ പോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഡിപ്ലോയ് ആയി. അപ്പം ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ വെബിലാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഐഫോണിലും ആൻഡ്രോയിഡിലും വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രസീവ് വെബ് ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ ഒരു ലൈറ്റ് വെയ്റ്റ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ഫോണിൽ അവൈലബിൾ ആണെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഐഫോൺ ഇതിൽ മിറർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിപ്ലോയ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ URL എൻ്റെ ഈ ഒരു ഫോണിൽ ഞാനിവിടെ കൊടുക്കുകയാണ്. എങ്ങനെയാണ് നമ്മളിത് ഒരു ആപ്ലിക്കേഷനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലൈറ്റ് വെയ്റ്റ് ആപ്ലിക്കേഷനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ഞാൻ എൻ്റെ ക്രോമാണ് എടുത്തിരിക്കുന്നത്. ഐഫോണിൽ ക്രോം എടുത്തു. ആ ക്രോമിൽ നമ്മളിപ്പോൾ ഡിപ്ലോയ് ചെയ്ത ആ ഒരു URLൻ്റെ പേജ് കൂടെ ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണാൻ സാധിക്കും. ഈ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറയുന്നതാണ് ഈ പ്രോഗ്രസീവ് വെബ് ആപ്സ് അല്ലെങ്കിൽ ബ്രൗസർ നേറ്റീവ് ആയിട്ടുള്ള ആപ്സ് അങ്ങനെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോൾ ആഡ് ടു ഹോം സ്ക്രീൻ അടിച്ച് നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹോം സ്ക്രീനിൽ ഒരു ആപ്ലിക്കേഷൻ പോലെ തന്നെ ആഡ് ആവും. ഇത് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പിൻ്റെ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ സ്ക്രീനിൽ സാധാ ആപ്ലിക്കേഷൻസ് തുറക്കുന്ന പോലെ തന്നെ നമുക്കിത് ആപ്പ് പോലെ ഇതിൽ കാണാൻ സാധിക്കും. നമുക്ക് ലോഗിൻ ചെയ്യാം. നമ്മുടെ സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈൻ ഇൻ പാസ്വേഡ്സ് ചോദിക്കും. പാസ്വേഡ്സും കാര്യങ്ങളും നമ്മൾ കൊടുക്കുക. നമ്മുടെ സൈൻ ഇൻ ചെയ്ത് ഗൂഗിൾ സൈൻ ഇൻ ചെയ്ത് ഇത് ഓപ്പൺ ആവണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാളായി. നിങ്ങളുടെ ഫോണിൽ ഇത് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ തന്നെ ആയിരിക്കും. ഇത് ഐഫോണിൻ്റെ മിററിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ കിട്ടുന്ന അതേ ഫീച്ചേഴ്സ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത സെയിം സംഭവമാണിത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാളായി. ഇനി ഫൈനലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ ബാക്കെൻഡ് അഥവാ ഗൂഗിൾ ഷീറ്റ് എങ്ങനെ നമുക്ക് നോക്കാം. അപ്പം ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഷീറ്റ്. ഒരുപാട് ഷീറ്റ്സ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഷീറ്റാണിത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ഹാബിറ്റ്സിൻ്റെ പേര്, അതിൻ്റെ കളറ്, അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ ഹാബിറ്റ്സ് ആഡ് ചെയ്യുമ്പം ഇതിലിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് താഴേക്ക് വരികയാണ് ചെയ്യുക. അപ്പം ഇതാണ് ഗൂഗിൾ ഷീറ്റ്. അപ്പം ഇതുപോലെ നമ്മൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ച് അത് ഇതിൽ ആഡ് ആവും. അപ്പം ഈ ഒരു ഗൂഗിൾ ഷീറ്റാണ് ഇതിൻ്റെ ഡേറ്റാബേസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ വേറെ ഡേറ്റാബേസസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. അതായത് നമ്മൾ ക്ലൗഡ് കോഡ് ഇൻസ്റ്റാൾ ചെയ്തു, ക്ലൗഡ് കോഡ് യൂസ് ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തു, അത് ഡിപ്ലോയ് ചെയ്തു, അത് നമ്മൾ ഫോണിൽ അവൈലബിൾ ആക്കി. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻസിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം കറൻ്റ്ലി ഇപ്പം ഓരോ പ്രാവശ്യം പുതിയ ഗൂഗിൾ ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല, ഒരേ ഗൂഗിൾ ഷീറ്റ് തന്നെ മതി ഒരാൾക്ക്. അപ്പോൾ അത് നമുക്ക് ഫിക്സ് ചെയ്യാം. അത് ഫിക്സ് ചെയ്യണമെങ്കിൽ ഒന്നുമില്ല, നമുക്ക് ക്ലൗഡ് കോഡിനോട് പറഞ്ഞാൽ മതി. അതായത് മൾട്ടിപ്പിൾ ഗൂഗിൾ ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് പകരം ഒരു ഗൂഗിൾ ഷീറ്റ് മാത്രം മതി. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് പ്രശ്നങ്ങളും. ഇതൊരു ചെറിയ നമ്മളൊരു മാക്സിമം ഒരു 2-3 പ്രോംസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇനി ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇനി നിങ്ങൾക്കിത് ഈസി ആയിട്ട് ചേഞ്ചസ് വരുത്താനും ഈസി ആയിട്ട് ഡിപ്ലോയ് ചെയ്യാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.